നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രെസ്ലെച്ചസ് കേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് കട്ട് ചെയ്തിട്ടല്ല കഴിക്കുക, സ്പൂൺ കൊണ്ട് നമ്മൾ കോരിയിട്ടാണ് ഇത് കഴിക്കുക. നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോണ കേക്കാണ്. ഇതിന് പേര് വരാൻ കാരണം 3 ടൈപ്പ് പാലുൽപ്പന്നങ്ങൾ വെച്ച് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിന് ട്രെസ്ലെച്ചസ് കേക്ക് എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അധികം സമയമൊന്നും എടുക്കില്ല. ഇത് ഇതേപോലെ സ്പൂൺ കൊണ്ട് കോരിയിട്ടാണ് കഴിക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചിട്ടെടുക്കാം. അതിനകത്തേക്ക് ഞാൻ 1/2 കപ്പ് മൈദ എടുത്ത് കൊടുക്കുന്നുണ്ട്. 125 ml കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അതിനകത്തേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അരിച്ചിട്ടെടുക്കാം. ഇത് അരിച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതുമല്ലാന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചിട്ടെടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ വേറൊരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ബീറ്റില്ലാത്തവർക്ക് മിക്സിയിലും ഇതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇതേപോലെ ഒന്ന് ക്രീമി പരുവത്തിൽ ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി അതിനകത്തേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. മിക്സിയിലാണെങ്കിലും ഇതേപോലെ തന്നെ കുറേശ്ശെ ചേർത്ത് കൊടുക്കണമെന്നില്ല, ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുത്തിട്ട് അതേപോലെ ഒന്ന് അടിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കേക്കിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. പിന്നെ 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ, സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. സാവധാനം ഫോൾഡ് ചെയ്തെടുത്താൽ മതി. കുറേശ്ശെ ഇനി അടുത്ത ബാച്ചും 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ മറക്കാതെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പം ഞാൻ ലാസ്റ്റത്തെ ബാച്ച് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് പാലും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ കേക്ക് ടിന്നൊക്കെ ഗ്രീസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ മാവ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കാം, എയർ ബബിൾസൊക്കെ പോവാനായിട്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. സാധാരണ എൻ്റെ മറ്റ് വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഞാൻ സ്റ്റൗ ടോപ്പിൽ വെച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്ത് ഒരു റിങ് വെച്ച് അതിലാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ അതിൻ്റെ ഉള്ളിൽ ബേക്കാവും. അപ്പോൾ ഞാനിത് കാണിക്കുന്നില്ല, അതേപോലെ തന്നെ ബേക്ക് ചെയ്തിട്ടെടുത്താൽ മതി. ഇപ്പോൾ നമ്മളത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് അൺമോൾഡ് ചെയ്തിട്ടെടുക്കണം. ഞാൻ നേരം കൊണ്ട് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അത് 1/2 കപ്പ് ക്രീമാണ് ഞാൻ എടുത്തത്. 1/2 കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു 1/4 കപ്പ് എടുത്താലും മതി. ഇപ്പോൾ ക്രീമൊക്കെ ഞാൻ ബീറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗൾ എടുക്കാം. അതിനകത്തേക്ക് ഞാൻ 1/2 കപ്പ് ഫ്രഷ് ക്രീം എടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇവാപ്പറേറ്റഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ സാധാ പാലായാലും മതി. ഞാൻ ഫ്രഷ് ക്രീം എടുത്തിരിക്കുന്നത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മിൽക്ക് മെയ്ഡ്, നെസ്ലിൻ്റെ മിൽക്ക് മെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മിൽക്ക് മെയ്ഡും പാലും ഫ്രഷ് ക്രീമും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ മിക്സാണ് നമുക്ക് അതിനകത്തേക്ക് കേക്കിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇതേപോലെ ഈ കൺസിസ്റ്റൻസിയിലാവും ഉണ്ടാവുക. എല്ലതും 1/2 കപ്പ് വീതം എടുത്താൽ മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ
കേക്ക് വെക്കാനുള്ള ഇതിനകത്താണ് നമ്മൾ സെർവ് ചെയ്യുക. പുറത്തൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ടിന്നിനകത്താണ് കൊടുക്കുക. ഇതൊക്കെ ബേക്കിംഗ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പിനകത്ത് കിട്ടും ഇതേപോലെ അടപ്പുള്ളത്. ഇനി ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന് 16 രൂപ കേട്ടോ. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ടിന്നായാലും മതി. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ അടപ്പുണ്ടാവും. ഇതിങ്ങനെ വെച്ചിട്ട് മുകളിൽ റിബണൊക്കെ വെച്ച് ഒരു സ്പൂണൊക്കെ വെച്ച് അങ്ങനെ പുറത്തേക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്താലും മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാവുന്ന പ്ലേറ്റ്, സ്റ്റീലിൻ്റെ പ്ലേറ്റോ അങ്ങനത്തെ എന്ത് വെച്ചിട്ട് നമുക്ക് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതാണ് എടുക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ കേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഫോർക്ക് വെച്ചൊന്ന് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. അതിനകത്ത് ഈ പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്, സോക്കാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കണം. ഇനി ഈ പാലിൻ്റെ മിക്സ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിക്കാൻ പാടില്ല. ഒരു അരക്കപ്പിനടുത്ത് നമ്മൾ മാറ്റി വെക്കണം. അത് നമുക്ക് ലാസ്റ്റ് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അരക്കപ്പ് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിതാ അരക്കപ്പ് മിക്സ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിനകത്തേക്ക് വയ്ക്കാം. അപ്പോൾ ഞാൻ ക്രീം ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഓപ്പൺ സ്റ്റാറിൻ്റെ നോസിലാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്രീമിൻ്റെ ആവശ്യം ഇല്ല. ക്രീം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ക്രീം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു കാണാനൊരു രസത്തിനാണ്. ക്രീം ഉണ്ടായാലും കഴിക്കാനും രസമുണ്ടാവും. ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സ്പൂണോട് തന്നെ കോരിയിട്ട് തണുപ്പിച്ചിട്ട് സ്പൂണോട് കോരിയിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓപ്പൺ സ്റ്റാർ വെച്ചിട്ട് ഇതേപോലെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. കേക്കിന് മുകളിൽ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നോസിലില്ല എന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്താലും മതി. ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ ഇത് ഡ്രൈ റോസാണ്, എഡിബിൾ ആയിട്ടുള്ള കഴിക്കാൻ പറ്റുന്ന ഡ്രൈ റോസാണ്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ കാണാനൊരു ഭംഗി ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഒക്കെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇതിന് 45 രൂപയാണ്. എനിക്കിത് 25 രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കിട്ടി. നമുക്ക് ഇത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. മുകളിലിട്ടതൊന്നും വലിയ നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 കളറ് സ്പ്രിങ്കിൾസും കൂടെ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷൻ എല്ലതും കഴിഞ്ഞു. ഇനി ഇത് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ആയതിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാം. ഇനി തണുപ്പിച്ച് കഴിക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാം. തണുപ്പിച്ച് കഴിക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്കിത് ഫ്രിഡ്ജിൽ തണുപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ തണുപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മുകളിൽ റിബണൊക്കെ കെട്ടി നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു സ്പൂണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പുറത്ത് നമ്മൾ കേക്ക് ഓർഡറിനുണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ പുറത്ത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാൻ നേരത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അത് എടുത്ത് ഇതിൻ്റെ മുകളിൽ കൂടെ നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാനായിട്ട്. എന്നിട്ട് അതേപോലെ സ്പൂൺ കൊണ്ട് പതുക്കെ മെല്ലെ കോരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാൻ നല്ല രസമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.